കാരുണ്യം മനുഷ്യന്റെ ഏറ്റവും നല്ല ഭാവമാണ്. എന്നാൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ അസ്ഥാനത്ത് കാണിക്കുന്ന കാരുണ്യം നല്ലതിനേക്കാൾ ചീത്ത ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണമെന്ന പഴഞ്ചൊല്ല് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയായാലും അത് കിട്ടുന്നവർ അതിന് അർഹരാണെന്ന് ഉറപ്പിച്ചു മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ പുണ്യം എന്ന് ചിന്തിച്ച് ചെയ്ത പ്രവൃത്തി ഏറ്റവും വലിയ അധർമ്മമായി മാറും. മറ്റുള്ളവരോട് നമ്മൾക്കുള്ള ബഹുമാനവും സ്നേഹവുമൊക്കെ അവരുടെ മോശം പ്രവൃത്തികളെ ന്യായീകരിക്കാൻ കാരണമാവുന്നെങ്കിൽ നാം ചെയ്യുന്നത് എത്രയൊക്കെ കാരണങ്ങൾ നിരത്തിയാലും തെറ്റ് തന്നെയാണ്. മഹാഭാരത യുദ്ധത്തിന്റെ ആരംഭത്തിന് തൊട്ടു മുൻപ് ശത്രു സൈന്യത്തെ അർജുനന് അടുത്തു നിന്ന് കാണാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥം യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ കൊണ്ടുചെന്ന് നിർത്തി. ശത്രു സൈന്യത്തിൽ ആയുധം ഏന്തി നിൽക്കുന്നവരെല്ലാം തന്റെ സ്വന്തം ആൾക്കാരാണെന്നും അവരെ വധിക്കുന്നത് താൻ ചെയ്യുന്ന പാപമല്ലേ എന്നും ചോദിച്ച അർജുനനോട് ഭഗവാൻ പറയുന്നത്, ബന്ധുക്കളായാലും ഗുരുക്കന്മാരായാലും അവരെല്ലാം അധർമ്മത്തിന്റെ പക്ഷത്താണ്. അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ ആരായാലും അവർ അധർമ്മികൾ തന്നെയാണ്. അവരെല്ലാം ഈ യുദ്ധത്തിൽ വധിക്കപ്പെടാൻ അർഹതയുള്ള അത്ര അധർമ്മങ്ങൾക്ക് കൂട്ടുനിന്ന് കഴിഞ്ഞു. അവരെ വധിക്കാതെ അവരോടുള്ള സ്നേഹം കൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറിയാൽ അവർ ഇനിയും അധർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കും. അതിനാൽ അവരോട് തോന്നുന്ന കാരുണ്യവും സ്നേഹവും അനവസരത്തിൽ ഉള്ളതാണ് എന്നതാണ്. ഇത് തന്നെയാണ് നാം എല്ലാം ജീവിതത്തിൽ പാലിക്കേണ്ടതും. ജീവിതത്തിലെ ഓരോ പ്രവൃത്തിക്കും ധാർമ്മികതയുടെ കൂടെ പിന്തുണ ഉണ്ടായിരിക്കണം. ധാർമ്മികതയുടെ പിന്തുണയില്ലാതെ ജീവിക്കുന്നവർ ആരായാലും അവരോട് ഒരു തരത്തിലുള്ള കടപ്പാടുകളും കാരണം അവരെ സഹായിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് പോലും ശരിയല്ല എന്നതാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലുള്ള കടപ്പാടുകൾ കാരണം ശരിയല്ലാത്തതിന് കൂട്ടുനിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഭഗവാന്റെ ഈ വാക്കുകൾ നാം എല്ലാവരും ഓർക്കേണ്ടതാണ്.